എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു മഹാരാഷ്ട്രൻ സ്പെഷ്യൽ സമ്മർ സാലഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് മെയിനായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻ്റ് ആണ്. കുക്കുംബറും പിന്നെ മല്ലിയിടല കുറച്ചധികം വേണം. പിന്നെ ഓപ്ഷണലാണ് ഓണിയൻ. ഞാനിവിടെ വൈറ്റ് ഓണിയൻ എടുത്തിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈറ്റ് ഓണിയൻ നമ്മുടെ ബോഡിയുടെ ചൂടിനെ കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് വൈറ്റ് ഓണിയൻ ചൂടുകാലത്ത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് ചെറുതാക്കി നമുക്ക് നുറുക്കിയിടുക. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് അരിഞ്ഞത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേണ്ടത് വറുത്ത കപ്പലണ്ടിയാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അതിനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഒരുപാട് ക്രഷ് ചെയ്യേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാനും കൂടി കിട്ടണം, ആ രീതിയിൽ വരിക്കണം. അപ്പോൾ അതിനെ ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നാളികേരം ചിരകിയതാണ്. അതും ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതുപോലെ നാളികേരം 1-2 നാളികേരം ചിരകിയിട്ട് ഡബ്ബയിലടിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട്. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേടാവില്ലെന്ന്. നമ്മളിത് ആവശ്യത്തിന് മാത്രം പുറത്തേക്ക് എടുക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എത്ര വേണം അത്ര എടുത്ത് പുറത്തേക്ക് വയ്ക്കുക. എന്നിട്ട് അപ്പം തന്നെ ഡബ്ബ അടച്ച് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ഇല്ലെങ്കിൽ 2 ഡബ്ബയിലായിട്ട് വെച്ചാൽ മതി. നമ്മളിത് കുറേ സമയം പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് കേടായി പോകും. അപ്പോൾ ഞാനിതുപോലെ 2-3 നാളികേരമൊക്കെ സമയം കിട്ടുമ്പോൾ ചിരകിയിട്ട് അടച്ചു വയ്ക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ പണി കുറച്ച് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാനിതിനിപ്പോൾ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ജീരകത്തിൻ്റെ പൊടിയാണ്. അത് ടേസ്റ്റ് അനുസരിച്ച് ഇട്ടോളൂ. ഞാനിവിടെ 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് തൈരാണ് പുളിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് സാധാരണ സലാഡ് പോലെ ഒരുപാട് തൈര് ഒഴിച്ചിട്ടല്ല, ഇപ്പോൾ ഈ ഒരു അളവിലേക്കാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര് ആവശ്യമുള്ളൂ. കൂടുതൽ തൈര് ഒഴിച്ചിട്ടും ചെയ്യാം. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാം. പക്ഷേ ഇതിനകത്തേക്ക് ഒരു തടുക്ക കൂടി ചേർക്കണം. വേറൊന്നുമില്ല, ജീരകം നല്ല നെയ്യിൽ മൂപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നെയ്യിൽ മൂപ്പിച്ചെടുത്ത ജീരകമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഓപ്ഷണലാണ് തികച്ചും, പക്ഷേ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെയാണ്, നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക. തൈര് കൂടുതൽ ചേർത്തിട്ടും ഇത് ചെയ്യാം. പക്ഷേ ഒരു മഹാരാഷ്ട്രയിലെ ഒരു സ്പെഷ്യലായിട്ട് അവരെപ്പോഴും അവരുടെ കല്യാണങ്ങൾക്കൊക്കെ ഈ സാധനം ഇങ്ങനെയാണ് ഉണ്ടാക്കി തരാറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.